പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. അതിൻ്റെ ശേഷം മോശയും അഹരോനും ചെന്ന് ഫറവോനോട്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കണം എന്നീ പ്രകാരം ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ഫറവോൻ, ഇസ്രായേലിനെ വിട്ടയക്കുവാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആര്? ഞാൻ യഹോവയെ അറിയുകയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ, എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു. അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. മിസ്രയീം രാജാവ് അവരോട്, മോശെ, അഹരോനെ, നിങ്ങൾ ജനങ്ങളുടെ വേല മെനക്കെടുത്തുന്നത് എന്ത്? നിങ്ങളുടെ ഊഴിയ വേലയ്ക്ക് പോകുവീൻ എന്ന് പറഞ്ഞു. ദേശത്തിൽ ജനം ഇപ്പോൾ വളരെയാകുന്നു, നിങ്ങൾ അവരുടെ ഊഴിയ വേല മെനക്കെടുത്തുന്നു എന്ന് ഫറവോൻ പറഞ്ഞു. അന്ന് ഫറവോൻ ജനത്തിൻ്റെ ഊഴിയ വിചാരകന്മാരോടും പ്രമാണികളോടും കൽപ്പിച്ചതെന്തെന്നാൽ, ഇഷ്ടിക ഉണ്ടാക്കുവാൻ ജനങ്ങൾക്ക് മുമ്പിലത്തെ പോലെ ഇനി വൈക്കോൽ കൊടുക്കരുത്. അവർ തന്നെ പോയി വൈക്കോൽ ശേഖരിക്കട്ടെ. എങ്കിലും ഇഷ്ടികയുടെ കണക്ക് മുമ്പിലത്തെ പോലെ തന്നെ അവരുടെ മേൽ ചുമത്തേണം, ഒട്ടും കുറയ്ക്കരുത്. അവർ മടിയന്മാർ, അതുകൊണ്ടാകുന്നു ഞങ്ങൾ പോയി ഞങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കട്ടെ എന്ന് നിലവിളിക്കുന്നത്. അവരുടെ വേല അതിഭാരമായിരിക്കട്ടെ, അവർ അതിൽ കഷ്ടപ്പെടട്ടെ. അവർ വ്യാജവാക്കുകൾ കേൾക്കരുത്. അങ്ങനെ ജനത്തിൻ്റെ ഊഴിയ വിചാരകന്മാരും പ്രമാണികളും ചെന്ന് ജനത്തോട്, നിങ്ങൾക്ക് വൈക്കോൽ തരികയില്ല, നിങ്ങൾ തന്നെ പോയി കിട്ടുന്നിടത്തു നിന്ന് വൈക്കോൽ ശേഖരിക്കുവീൻ, എങ്കിലും നിങ്ങളുടെ വേലയിൽ ഒട്ടും കുറയ്ക്കുകയില്ല എന്ന് ഫറവോൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു.